എഡ്യൂക്കേഷൻ അരീനയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Today I am going to speak about Melting Wall, a poem written by Robert Frost. വിറ്റ്മാൻ അമേരിക്കയിലെ ദേശീയ കവിയാണെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് അന്തർദേശീയ കവിയാണ്. He got Pulitzer Prize 4 times, but he narrowly missed the Nobel Prize. His poetry deals with the basic problems of ordinary human life. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. Woods are lovely, dark and deep, but I have promises to keep. Miles to go before I sleep എന്ന ലൈൻസ് നെഹ്റുവിനെ വളരെയധികം പ്രചോദിപ്പിച്ച ലൈൻസ് ആണ്. Here in Melting Wall, there is the clash of outlooks between the poet and his neighbor. അദ്ദേഹത്തിന്റെ അയൽക്കാരന് മതിൽ പണിയണം, പക്ഷെ റോബർട്ട് ഫ്രോസ്റ്റിന് മതിൽ പണിയണമെന്നുള്ള ആഗ്രഹം വലുതായിട്ടില്ല. ഇത് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അയൽക്കാരൻ പറയുന്നത് ഒരു നല്ല മതില് നല്ല അയൽപക്ക ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ആ അയൽക്കാരൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. Mending Wall by Robert Frost. Something there is that doesn't love a wall, that sends a frozen ground swell under it, and spills the upper boulders in the sun, and makes gaps even two can pass abreast. The work of hunters is another thing. I have come after them and made repair, where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. ഇവിടെ വോളെന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ സിമെൻറ്റ് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന മതിലല്ല, പാറക്കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കിയ മതിലാണ്. Something there is that doesn't love a wall. In the universe there is something that doesn't love a wall. ഈ പ്രപഞ്ചത്തിൽ മതിൽ ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തോ ഒന്നുണ്ട്. അത് മതിലിൻ്റെ അടിയിലെ മരവിച്ച തറയെ വീർപ്പിക്കുകയും മതിലിലെ പാറക്കല്ലുകളെ ഉരുട്ടി താഴെ ഇടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മതിലിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, രണ്ടു പേർക്ക് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. വേറൊന്ന് വേട്ടക്കാരുടെ പ്രവൃത്തികളാണ്. അവർ വന്ന് പോയ ശേഷം ഞാൻ ചെന്ന് അവിടെ റിപ്പയർ ചെയ്യാറുണ്ട്. എവിടെയെല്ലാം അവർ മതിൽ നശിപ്പിച്ചുവോ അവിടെയെല്ലാം. അവർ മുയലിനെ പിടിക്കുന്നതിന് വേണ്ടിയാണിത്, ഓരിയിടുന്ന നായ്ക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഗ്യാപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആരും അവയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷേ വസന്തകാലത്ത് മതിൽ നന്നാക്കുമ്പോൾ ഞങ്ങൾ അവയെ കാണാറുണ്ട്. I let my neighbor know beyond the hill, and on a day we meet to walk the line, and set the wall between us once again. We keep the wall between us as we go, to each the boulders that have fallen to each, and some are lows and some so nearly bowls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. കുന്നിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ അയൽക്കാരനെ ഞാൻ വിവരം അറിയിക്കാറുണ്ട്. ഞങ്ങൾ നേർരേഖയിലൂടെ നടന്നു പോകുന്ന ദിവസം ഞങ്ങൾ വീണ്ടും മതിലുകൾ നിർമ്മിക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ മതിലുകൾ സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വശങ്ങളിലേക്ക് കല്ലുകൾ വീഴാറുണ്ട്. ചിലവ റൊട്ടി പോലെ ഇരിക്കും, ചിലവ കുറച്ച് ഉരുണ്ടതായിരിക്കും. ഇവ ഉപയോഗിച്ച് മതിൽ കെട്ടുമ്പോൾ മാന്ത്രിക ശക്തി വേണം ഇവയെ ബാലൻസ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ തന്നെ ഇരിക്കുക, ഞങ്ങൾ പുറംതിരിഞ്ഞ് പോകുന്നത് വരെ. ഇത്തരം കല്ലുകൾ കൈകാര്യം ചെയ്ത് ഞങ്ങളുടെ കൈകൾ ഇപ്പോൾ പരുക്കനായിരിക്കുന്നു. Just another kind of outdoor game. One on a side, it comes to little more
There where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines, I tell him. He only says, good fences make good neighbors. ഒരു തരത്തിൽ നോക്കിയാൽ തുറസായ സ്ഥലത്തുള്ള ഒരു കളിയാണ്. ഒരാൾ അങ്ങേ വശത്തും ഒരാൾ ഇങ്ങേ വശത്തും. ചിലപ്പോൾ അത് അല്പം കൂടുതലാവും. മതിൽ ആവശ്യമില്ലാത്തിടത്താണ് ആ കളി നടക്കുന്നത്. അയാൾ പൈനാണ്, ഞാൻ ആപ്പിൾ തോട്ടമാണ്. എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അയാളുടെ പുരയിടത്തിലേക്ക് പ്രവേശിച്ച് അയാളുടെ പൈൻ ഫലങ്ങൾ തിന്നാറില്ല, ഞാൻ അയാളോട് പറയാറുണ്ട്. അയാൾ അപ്പോൾ പറയും, നല്ല മതിൽ നല്ല അയൽപ്പക്ക ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ഹിയർ ദർ ഈസ് ദി clash of outlooks between the poet and his neighbor. The poet doesn't feel that there is the need of a wall, but the other person thinks that a wall is essential for keeping peace between neighbors. In other words, our poet is a broad minded person and the other one is a narrow minded person. Spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. Before I built a wall, I would ask to know what I was walling in and or walling out, and to whom I was like to give offense. Something there is that doesn't love a wall, that wants it down. I could say else to him, but it is not else exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone savage armed. He moves in darkness, as it seems to me, not of woods only, and the shades of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, good fences make good neighbors. വസന്തകാലം എന്നിൽ കുസൃതി നിറയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എങ്ങനെയാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത്? പശുക്കൾ ശല്യമാകാറുണ്ടല്ലോ, പക്ഷേ ഇവിടെ പശുക്കളില്ലല്ലോ. മതിൽ പണിയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അയാളോട്, എന്തൊക്കെ കാര്യങ്ങളാണ് മതിൽ പണിഞ്ഞു കഴിയുമ്പോൾ പുറത്തേക്ക് കളയേണ്ടത്, എന്തൊക്കെയാണ് മതിലിനകത്ത് നിർത്തേണ്ടത്, ആരെയൊക്കെയാണ് മതിലിന് പുറത്ത് നിർത്തേണ്ടത്, ആരെയൊക്കെയാണ് മതിലിനകത്ത് നിർത്തേണ്ടത്, ആർക്കൊക്കെയാണ് ഞാൻ മനപ്രയാസം ഉണ്ടാക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്, അത് മതിൽ ആഗ്രഹിക്കുന്നില്ല, അത് മതിലിനെ തകർക്കുന്നു. അത് ഒരു അതീന്ദ്രിയ ശക്തി എന്ന് പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ അത് അതീന്ദ്രിയ ശക്തി അല്ല. ഞാൻ അയാളെ കാണുന്നു, ഒരു കല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുറുക്കെ പിടിച്ചുകൊണ്ട്, രണ്ട് കൈകളിലും മുറുക്കെ പിടിച്ചുകൊണ്ട്, രണ്ട് കൈകളിലും ഓരോ കല്ല് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ഒരു ആദിമ ശിലായുഗ മനുഷ്യനെ പോലെ പുറത്തേക്ക് പോകുന്നത് പോലെ കാണുന്നു. അയാൾ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അയാൾ കാട്ടിലേക്ക് മാത്രമല്ല, മരങ്ങളുടെ തണലിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അയാളുടെ അച്ഛൻ്റെ വാക്കുകളെ പിന്തുടരുന്നില്ല. അയാൾ നല്ലവണ്ണം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ വീണ്ടും പറയുന്നു, നല്ല മതിൽ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നുവെന്ന്. The poem has symbolic significance. The word wall means separation on the basis of caste, religion, creed, language, color, etc. All the walls causing separation should be avoided for a harmonious life. Distrust and fear are the reasons behind all walls. The spirit of the universe is against separation and walls. The poet once said, poetry begins in delight and ends in wisdom. The dispute over mending a wall leads readers into wisdom. അപ്പോൾ ഈ കവിത, മെൻഡിങ് വോൾ എന്ന കവിത പ്രതീകാത്മകമായ പ്രാധാന്യമുള്ളതാണ്. വോള് അല്ലെങ്കിൽ മതിൽ എന്നതിൻ്റെ അർത്ഥം സെപ്പറേഷൻ എന്നാണ്.
അത് ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വംശത്തിൻ്റെയോ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ളതാകാം. അപ്പോൾ എല്ലാത്തരം മതിലുകളും എല്ലാത്തരം വിവേചനങ്ങളും ഇല്ലാതാക്കിയാൽ മാത്രമേ സൗഹാർദ്ദപരമായി മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവുകയുള്ളൂ. അവിശ്വാസവും ഭയവുമാണ് എല്ലാ മതിലുകളുടെയും കാരണം. പ്രപഞ്ചത്തിൻ്റെ സത്ത എപ്പോഴും മതിലുകൾക്കെതിരാണ്, വിവേചനത്തിനെതിരാണ്. കവി ഒരിക്കൽ പറഞ്ഞു, റോബർട്ട് ഫ്രോസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, പോയട്രി ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു മതിൽ പണിയുന്നതിനെക്കുറിച്ചുള്ള തർക്കം വായനക്കാരെ തിരിച്ചറിവിലേക്ക്, വകതിരിവിലേക്ക്, വിവേകത്തിലേക്ക് കൊണ്ടുവരുന്നു. പോയോ എല്ലാവർക്കും മനസ്സിലായല്ലോ. റോബർട്ട് ഫ്രോസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, പോയട്രി ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ഹിയർ ദ ഡിസ്പ്യൂട്ട് ഓവർ മെൻഡിങ് എ വോൾ ലീഡ്സ് ദ റീഡേഴ്സ് ഇൻ ടു വിസ്ഡം. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.